ഒരു സമചതുരത്തിൽ നിന്ന് 2 മീറ്റർ വീതിയുള്ള ഒരു കഷ്ണം മുറിച്ചു മാറ്റുന്നു. മിച്ചമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് 99 ചതുരശ്ര മീറ്ററാണ്. സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര? ഒരു സമചതുരത്തിൽ നിന്ന് 2 മീറ്റർ വീതിയുള്ള ഒരു കഷ്ണമാണ് മുറിച്ചു മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സമചതുരം ABCD എന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ വരച്ചിരിക്കുന്ന ABCD എന്ന സമചതുരമാണ് നമ്മളെ ആദ്യത്തെ സമചതുരം. അതിൽ നിന്ന് 2 മീറ്റർ വീതിയിൽ ഒരു കഷ്ണം മുറിച്ചു മാറ്റുകയാണ്. അപ്പോൾ ആ മുറിച്ചു മാറ്റുന്ന വശമാണ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ കാണുന്ന 2 മീറ്ററുള്ള ആ കഷ്ണം. അപ്പോൾ അത് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ മിച്ചമുള്ള ചതുരം എത്രയായിരിക്കും? APCQ അല്ലെങ്കിൽ APQC. അതാണ് മിച്ചമുള്ള ചതുരം എന്ന് പറയുന്നത്. 2 മീറ്റർ നീളം, അതായത് PB അല്ലെങ്കിൽ QD 2 മീറ്റർ ആക്കി നമുക്ക് കണക്കാക്കാം. അപ്പോൾ എന്താണ് ABCD ആദ്യത്തെ സമചതുരവും APQC രണ്ടാമത്തെ ചതുരവും? സമചതുരമല്ല, രണ്ടാമത്തെ ചതുരമായിരിക്കും ഉണ്ടാവുക മിച്ചമുള്ള ചതുരം. അപ്പോൾ മിച്ചമുള്ള ചതുരത്തിൻ്റെ വശങ്ങൾ എത്രയാണ്? Xഉം X-2 ആണ് നമുക്ക് ഉണ്ടാകുക. കാരണം ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മിച്ചമുള്ള ചതുരം എന്ന് പറയുമ്പോൾ APQC ആണ്. അതിൻ്റെ ഒരു വശം എത്രയാണ്? AC എന്ന് പറയുന്ന ഒരു വശമാണ്. അപ്പോൾ അതിൽ X ആണ്. പിന്നെ AP എന്ന് പറയുന്ന വശം ABയിൽ നിന്നും ആ PB എന്ന പോർഷൻ കട്ട് ചെയ്തത്. അപ്പോൾ AB എത്രയാണ്? X ആണ്. PB എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 മീറ്ററാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ABയിലെ X നിന്ന് 2 കുറച്ചത്, അതായത് X-2. അപ്പോൾ അത് ഞാനിവിടെ Xഉം X മീറ്ററും X-2 മീറ്റർ ആയിട്ട് മാർക്ക് ചെയ്യാണ്. അപ്പോൾ APQCയുടെ പരപ്പളവ് എത്രയാണ്? X × X-2. X × X-2നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ X × X, X². ആ X-2ലെ മൈനസ് കഴിഞ്ഞിട്ട് X × 2, 2X. അപ്പോൾ X² - 2X. X² - 2X ചതുരശ്ര മീറ്ററാണ്. അത് 99 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ X² - 2X എന്ന് പറഞ്ഞാൽ 99 ആണ്. ഇവിടെ X²ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് നമ്മൾ X-ൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കും. X-ൻ്റെ കോഎഫിഷ്യൻറ്റ് -2 ആണ്. അതിൻ്റെ പകുതി -1 ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് നമ്മൾ 2 ആഡ് ചെയ്യും, LHSലും RHSലും. അതിനെ നമുക്ക് എന്തായത് X² - 2X + 1 നമുക്ക് X-1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ X-1 ഹോൾ സ്ക്വയർ 100 ആകുമ്പോൾ X എത്രയായിരിക്കും? X-1 എത്രയായിരിക്കും? √100, അതായത് 10 എന്ന് കിട്ടും. X-1 10 ആകുമ്പോൾ -1നെ നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ 10 + 1 = 11 എന്ന രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ സമചതുരത്തിൻ്റെ ഒരു വശം 11 മീറ്ററാണ്. ചുറ്റളവ് 100 മീറ്ററും പരപ്പളവ് 525 ചതുരശ്ര മീറ്ററുമായ ഒരു ചതുരം ഉണ്ടാക്കണം. അതിൻ്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കണം? ചുറ്റളവ് 100 മീറ്ററും പരപ്പളവ് 525 ചതുരശ്ര മീറ്ററാണ്. അപ്പം അതിൻ്റെ വശങ്ങൾ എന്തായിരിക്കണം? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? നീളം പ്ലസ് വീതി ഇൻറ്റു 2. നീളം പ്ലസ് വീതി ഇൻറ്റു 2. അത് എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് 100 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നീളം പ്ലസ് വീതി എത്രയായിരിക്കും? ഇൻറ്റു 2നെ നമ്മൾ ഈക്വൽ ടു സിമ്പലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നീളം പ്ലസ് വീതി = 100 / 2, അല്ലെങ്കിൽ 100 ഹരിക്കണം 2, അതായത് 50 എന്ന് കിട്ടി. നീളം പ്ലസ് വീതി എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ നമുക്ക് വീതി എന്തെന്ന് എഴുതാം? വീതി = 50 - നീളം എന്ന് എഴുതാം. നീളവും വീതിയും കൂട്ടി 50 ആണെങ്കിൽ വീതി എത്രയായിരിക്കും? 50 നീളം കുറച്ചായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ നമ്മളിപ്പം ഇവിടെ നീളം X എന്ന് എടുത്തു. അപ്പോൾ വീതി എത്രയായിരിക്കും? 50 - X. 50 - നീളമാണ്, അതുകൊണ്ട് 50 - X എന്ന് എടുത്തു. അപ്പോൾ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ ഇവിടെ നീളം X ആണ്, വീതി 50 - X ആണ്. അപ്പോൾ X × 50 - X. അപ്പോൾ 50 - X നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പം ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ X × 50, 50X - X × X, X², അതായത് 50X - X² എന്ന് കിട്ടും. അപ്പോൾ 50X - X² എത്രയാണ്? പരപ്പളവ്. ആ പരപ്പളവ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 525 ചതുരശ്ര മീറ്ററാണ്. അപ്പോൾ 50X - X² = 525 എന്ന് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ LHSനെയും RHSനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? -50X പ്ലസ് മൈനസ് പ്ലസ് ആവും, പ്ലസ് X² = -525 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് -50X + X² നമ്മൾ X² - 50X എന്ന് എഴുതി. അതായത് 5 - 4 നമുക്ക് -4 + 5 എഴുതാമല്ലോ. അതേപോലെ തന്നെ നമ്മൾ -50X + X² X² - 50X എന്ന് എഴുതി. അതെത്ര കിട്ടി നമുക്ക്? -525 എന്ന് കിട്ടി. ഇനി ഇതിനെ സോൾവ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് X² കോഎഫിഷ്യൻറ്റ് നോക്കിയാൽ മനസ്സിലാവും 1 ആണ്. അപ്പോൾ നമ്മൾ Xൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കും. Xൻ്റെ കോഎഫിഷ്യൻറ്റ് എത്രയാണ്? -50 ആണ്. -50ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ -25 വരും. അപ്പോൾ -25ൻ്റെ വർഗ്ഗം എത്രയാണ്? -25 ഹോൾ സ്ക്വയർ. അത് 625 ആണ്. -25 × 25 എന്ന് പറയുമ്പോൾ -625 ആണ്. പോസിറ്റീവ് 625. അപ്പോൾ അതാണ് നമ്മൾ RHSലും LHSലും ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ അത് LHSലും RHSലും ആഡ് ചെയ്യാണ്. X² - 15X + 625 = -525 + 625. അപ്പോൾ X² - 50X + 625 നമുക്ക് എന്താക്കി ചുരുക്കി എഴുതാം? X - 25 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. = 625 - 525, അഥവാ -525 + 625 എത്ര വരും? 100 വരും. അപ്പോൾ X - 25 ഹോൾ സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 100 എന്ന് കിട്ടി. അപ്പോൾ X - 25 എത്ര വരും? √100, അഥവാ 10 എന്ന് കിട്ടി. X - 25 ഹോൾ സ്ക്വയർ 100 ആകുമ്പോൾ X - 25 എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടി. അപ്പോൾ X എത്ര വരും? 25 RHSലേക്ക് പോകും. അപ്പോൾ 25 + 10 = 35 കിട്ടി. X 35 ആണ്. X നീളാന്ന് കിട്ടി. അപ്പോൾ വീതി എത്രയാണ്? 50 - X ആണ്.
വീതി നമ്മൾ കൊടുത്തത് 50 - x ആണ്. അപ്പോൾ 50 - x ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 35 ആണ്. അപ്പോൾ 50 - 35 ഈക്വൽ ടു എത്ര കിട്ടി? 15 മീറ്റർ എന്ന് വീതി കിട്ടി. അപ്പോൾ നീളവും വീതി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന് കൂടെ 1 കൂട്ടിയാൽ 289 കിട്ടും. സംഖ്യകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എടുത്തു. രണ്ടാമത്തെ ഇരട്ട സംഖ്യ x+2 എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2x എന്നും അടുത്തത് 2x+2 എന്നും എടുത്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ എക്സും x+2ൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. എന്നാൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 2x തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾ ഈ ഒരു ഇതിൽ നിങ്ങൾ x എന്ന് കൺസിഡർ ചെയ്താൽ മതി. സെക്കൻഡ് സംഖ്യ x+2 എന്നും എടുക്കാം. അപ്പോൾ അവിടെ ഗുണനഫലത്തോട് 1 കൂട്ടിയത് എന്ന് പറയുമ്പോൾ x × x+2 + 1 എന്ന് വരും. അത് 289 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. x × x+2 എന്ന് പറയുമ്പോൾ x² + 2x എന്ന് വരും. x × x x², ആ പ്ലസ് എന്ന സൈന് 2x ഈക്വൽ ടു, ഞാൻ ആ 1നെ RHSലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 288 കിട്ടി. അപ്പോൾ x² + 2x = 288 എന്ന ഫോമിലായി. ഇവിടെ x²ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അതുകൊണ്ട് ഞാനിവിടെ 2ൻ്റെ പകുതി, അതായത് 1ൻ്റെ വർഗ്ഗം, 1 ഞാൻ RHSലും LHSലും ആഡ് ചെയ്യാണ്. അതിനെ നമുക്ക് എന്താക്കി എഴുതാം? x+1² = 289 എന്ന ഫോമിലേക്ക് വരും. അപ്പോൾ x+1 എന്ത് കിട്ടും? √289 അഥവാ 17 എന്ന് കിട്ടും. അപ്പോൾ x എന്ത് വരും? 17 - 1 ഈക്വൽ ടു 16 എന്ന് x കിട്ടും. അപ്പോൾ ആദ്യ ഇരട്ട സംഖ്യ നമുക്ക് ഇവിടെ കിട്ടി 16 ആണെന്ന് കിട്ടി. രണ്ടാമത്തെ ഇരട്ട സംഖ്യ എന്തായിരിക്കും? രണ്ടാമത്തെ ഇരട്ട സംഖ്യ നമ്മളെന്താ കൺസിഡർ ചെയ്തത്? x+2 ആണ്. അപ്പോൾ 16 + 2 = 18 എന്ന് കിട്ടി. 6ൻ്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലത്തിൻ്റെ കൂടെ 9 കൂട്ടിയാൽ 729 കിട്ടും. സംഖ്യകളേവ? 6ൻ്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് സംഖ്യ നമ്മൾ x എന്ന് എടുത്തു, സെക്കൻഡ് സംഖ്യ x+6 എന്ന് എടുത്തു. 6ൻ്റെ ഗുണിതമായിട്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എടുക്കാം? ഫസ്റ്റ് സംഖ്യ 6x എന്നും അടുത്തത് 6x + 6 എന്നും എടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ എക്സും x+6 എടുത്താൽ മതി, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിക്കോളും. സോ നമ്മൾ എക്സും x+6 എടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യൻ എന്താ? അതിൻ്റെ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണിതങ്ങളാണ്. അപ്പോൾ എന്താ? x × x+6 അതാണ് ഗുണിതം. അതിൻ്റെ കൂടെ 9 കൂട്ടണം. അപ്പോൾ x × x+6 + 9 = 729. അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ x × x+6 നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. x × x x² പ്ലസ്, ആ പ്ലസ് ആണ് ചിഹ്നമുള്ളത്, അതുകൊണ്ട് നമ്മൾ പ്ലസ് എഴുതി, പ്ലസ് 6 × x 6x. 9നെ നമ്മൾ RHSലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 729 + 9 അപ്പുറത്തെത്തുമ്പോൾ -9 ആയി, = 720 എന്ന് കിട്ടി. അപ്പം ഇവിടെ x²ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1 ആണ്. അന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കണം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 6. അപ്പോൾ 6ൻ്റെ പകുതി എത്രയാണ്? 3. 3ൻ്റെ വർഗ്ഗം എത്രയാണ്? 9. 9 നമ്മൾ RHSലും LHSലും ആഡ് ചെയ്തു. അപ്പോൾ x² + 6x + 9 = 729 എന്ന് കിട്ടി. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? x+3² എന്ന് എഴുതാം. x+3² എത്ര കിട്ടി? 729 ആണെന്ന് കിട്ടി. അപ്പോൾ x+3 എത്രയായിരിക്കും? √729, അതായത് 27 എന്ന് കിട്ടി. അപ്പോൾ x എത്രയായിരിക്കും? 27 + 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ -3, 27 - 3 = 24 എന്ന് കിട്ടി. അപ്പോൾ സംഖ്യകൾ നമുക്ക് എന്തൊക്കെ കിട്ടി? 24 പിന്നെ എന്താ x+6 അഥവാ 24 + 6 30 ആണെന്നും കിട്ടി. 5, 7, 9 എന്ന സമാന്തര ശ്രേണിയിലുള്ള ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 140 കിട്ടുക? 5, 7, 9 എന്ന സമാന്തര ശ്രേണിയിലുള്ള ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 140 കിട്ടുക? അപ്പോൾ സമാന്തര ശ്രേണിയിലെ ആദ്യ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? n/2 × x1 + xn. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആദ്യ പദം, xn എന്ന് പറഞ്ഞാൽ nth ടൈം അല്ല എന്നാമത്തെ. അപ്പോൾ nth ടൈമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. xn = x1 + n - 1 × d ആണ്. x1 എന്ന് പറഞ്ഞാൽ ആദ്യ പദവും d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസും, അപ്പോൾ അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്ന് പറയും. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ആദ്യ പദം 5 ആണ്. d എത്രയാണ്? 2 ആണ്. അപ്പം ആ വാല്യൂസ് നമ്മൾ xൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കും. അപ്പം x1 + 5 + n - 1 × d, d എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 5 + n - 1 × 2 എന്ന് എഴുതി. xn എന്ന് പറഞ്ഞാൽ nth ടൈമാണ്, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി 5 + n - 1 × 2. അപ്പോൾ ആ xൻ്റെ വില നമ്മൾ ആ സമാന്തര ശ്രേണിയിലെ ആദ്യ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കൊടുക്കണം. അപ്പോൾ എന്തായി? n/2 × x1 + 5 + xn എന്നുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കും? 5 + n - 1 × 2 എന്ന് കൊടുത്തു. അപ്പോൾ അത് ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. 140 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ തുക എന്ന് പറഞ്ഞാൽ 140 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് 5 + 5 10 എന്ന് എഴുതാം. 2 × n - 1 നമ്മൾ ആ ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ 2n - 2 എന്ന് എഴുതാം. ഇനി നമുക്ക് n/2 × 10 - 2 8 എന്ന് എഴുതാം. അതുപോലെ തന്നെ 2n അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ n/2 × 2n + 8 = 140. അപ്പോൾ ഈ n/2ലെ /2 നമ്മൾ 140ൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ × 2 ആവും. അപ്പോൾ എന്തായി? n × 2n + 8 = 140 × 2, അതായത് 140 × 280. ഇനി ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2n² + 8n = 280 എന്ന് എഴുതാം. 2n² + 8n = 280. അപ്പോൾ അതിന് നമുക്ക് ആ ഇക്വേഷനെ മൊത്തം നമുക്ക് 2 കൊണ്ട് ഹരിക്കാം.
അല്ലെങ്കിൽ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് എഴുതാം? n² + 4n = 140 എന്ന് എഴുതാമല്ലോ. n² + 4n = 140. LHS RHS നമ്മൾ രണ്ടോട് ഹരിക്കുകയാണ് എല്ലാ ടേംസിനെയും. അപ്പോൾ n² + 4n = 140. ഇവിടെ n²ൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? n-ൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. n-ൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 4 ആണ്. 4ൻ്റെ പകുതി എത്രയാണ്? 2. ആ 2ൻ്റെ വർഗ്ഗം എത്രയാണ്? 4. ആ 4 നമ്മൾ LHS-ലും RHS-ലും ആഡ് ചെയ്യും. അതായത് n² കോഎഫിഷ്യൻ്റ് 1 ആണ്. അതുകൊണ്ട് നമ്മൾ n-ൻ്റെ കോഎഫിഷ്യൻ്റെ പകുതിയുടെ വർഗ്ഗം LHS-ലും RHS-ലും ആഡ് ചെയ്യാണ്. അപ്പോൾ n² + 4n + 4 = 144 എന്ന് എഴുതി. അതിന് നമ്മൾ n+2 ഹോൾ സ്ക്വയർ = 144 എന്ന് എഴുതി. അപ്പോൾ n+2 എത്രയായിരിക്കും? √144 അഥവാ 12. അപ്പോൾ n എത്രയായിരിക്കും? 12 - 2 = 10. ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടാക്കണം. ഉയരം പാദത്തേക്കാൾ 2 മീറ്റർ കുറവാകണം. പരപ്പളവ് 12 ചതുരശ്ര മീറ്റർ ആവണം. ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കണം? ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടാക്കണം. ഉയരം പാദത്തേക്കാൾ 2 മീറ്റർ കുറവാകണം. പരപ്പളവ് 12 ചതുരശ്ര മീറ്റർ ആവണം. അപ്പോൾ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ ഉയരം x എന്ന് എടുക്കുകയാണ്. ഇപ്പോൾ പാദം എത്രയായിരിക്കും? x + 2. 2 മീറ്ററാണ് വ്യത്യാസം. അതുകൊണ്ട് പാദം നമ്മൾ x + 2 എന്ന് എടുത്തു. പരപ്പളവ് എത്രയാണ് ത്രികോണത്തിൻ്റെ? ½ BH ആണ് നമ്മൾ പരപ്പളവിൻ്റെ ഇക്വേഷൻ. 1/2 ഇൻറ്റു ഉയരം ഇൻറ്റു പാദം. അപ്പോൾ ½ ഇൻറ്റു x ഇൻറ്റു x + 2 എന്ന് എഴുതി. നമുക്കിവിടെ ഉയരം x-ഉം പാദം x + 2 ആണ്. അപ്പം ഈ x ഇൻറ്റു x + 2 ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. x ഇൻറ്റു x x² + 2 ഇൻറ്റു x 2x. അപ്പോൾ 1/2 ഇൻറ്റു x² + 2x എന്ന് വരും. അപ്പോൾ x² + 2x/2 എന്ന് എഴുതി. അപ്പോൾ ഈ പരപ്പളവ് 12 ചതുരശ്ര മീറ്റർ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ x² + 2x/2 = 12 എന്ന് എഴുതാണ്. എന്നിട്ട് 2നെ ഞാൻ RHS-ലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ 2 / 2 ഇൻറ്റു 2 ആവും. അപ്പോൾ x² + 2x = 24 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. x² + 2x = 24. ഇവിടെ x²ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. അതുകൊണ്ട് നമ്മൾ x-ൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് 2ൻ്റെ പകുതിയുടെ വർഗ്ഗം, ഇപ്പോൾ 1ൻ്റെ വർഗ്ഗം 1, അത് നമ്മൾ RHS-ലും LHS-ലും ആഡ് ചെയ്യും. ആഡ് 1 ബോത്ത് സൈഡ്. x² + 2x + 1 = 24 + 1. LHS-ലും RHS-ലും 1 വീതം ആഡ് ചെയ്തു. അപ്പോൾ എന്താ ഇതാ? x² + 2x + 1 നമുക്ക് x + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അത് എക്സ്പാൻഡ് ചെയ്താൽ x² + 2x + 1 കിട്ടും. 24 + 1 25 എന്ന് എഴുതി. അപ്പോൾ x + 1 ഹോൾ സ്ക്വയർ 25 ആണ്. അപ്പോൾ x + 1 എത്രയായിരിക്കും? √25 അഥവാ 5. അപ്പോൾ x + 1 5 ആണെങ്കിൽ x എത്രയായിരിക്കും? 5 - 1 എത്ര? 4. ഉയരം നമുക്ക് 4 കിട്ടി. ഉയരം 4 കിട്ടിയാൽ പാദം എത്രയായിരിക്കും? 4 + 2 6 എന്ന് കിട്ടി. ഉയരവും പാദവും നമുക്കിവിടെ കിട്ടി. ഇതൊരു സമപാർശ്വ ത്രികോണം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം അപ്ലൈ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ പാദം സ്ക്വയർ + ലംബം സ്ക്വയർ = കർണം സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ AC എത്ര വരും? AC എന്ന് പറഞ്ഞാൽ കർണ്ണാണ്. അപ്പോൾ കർണം എന്ന് പറഞ്ഞാൽ √ എന്താ വരിക? 3² + 4² എന്ന് വരും. അതായത് പാദം സ്ക്വയർ, പാദം എത്രയാണ്? 3, ലംബം എത്രയാണ്? 4. അപ്പോൾ √ പാദം സ്ക്വയർ + ലംബം സ്ക്വയർ √ 3² + 4². √ 9 + 16 = √ 25 = 5 എന്ന് വരും. AC നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് BC-യും കാണാൻ പറ്റും. √ 3² + 4². അപ്പോൾ എത്ര കിട്ടി? 25 കിട്ടി. √25 കിട്ടി. √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 എന്ന് കിട്ടി. അപ്പോൾ BC 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ AB കിട്ടി. AB പാദം കിട്ടി 6 കിട്ടി. AC 5 എന്ന് കിട്ടി. BC-യും 5 എന്ന് കിട്ടി. അപ്പോൾ ത്രികോണത്തിൻ്റെ വശങ്ങൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു. 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചുവരിൽ ചാരി വെച്ചിരിക്കുന്നു. കമ്പിൻ്റെ ചുവട് ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. കമ്പിൻ്റെ താഴത്തേറ്റം ചുവരിൽ നിന്ന് അല്പം നീക്കിയപ്പോൾ മുകളറ്റം അത്രയും തന്നെ താഴോട്ട് നീങ്ങി. എത്ര ദൂരമാണ് മുന്നോട്ട് നീക്കിയത്? ഒരു കമ്പ് 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് നമ്മൾ ചുവരിൽ ചാരി വെച്ചിരിക്കുന്നു. അപ്പോൾ കമ്പിൻ്റെ ചുവട് ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അപ്പോൾ കമ്പിൻ്റെ താഴത്തെ അറ്റം ചുവരിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നീക്കി. ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഞാൻ മുന്നോട്ട് നീക്കി. അത് എത്രയും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് മുന്നോട്ട് നീക്കുമ്പോൾ എന്താ സംഭവിക്കുക? മുകളിലെ അറ്റം, അതായത് ഭിത്തിയോട് ചാരി വെച്ച അറ്റവും കുറച്ച് ഡിസ്റ്റൻസ് താഴോട്ട് നീങ്ങല്ലോ. അപ്പോൾ പറയുന്നത് ആ താഴോട്ട് നീങ്ങിയ ദൂരവും സെയിം ദൂരമാണ്. അതായത് നമ്മൾ എത്ര ദൂരം മുന്നോട്ട് നീക്കിയോ അത്രയും തന്നെയാണ് താഴോട്ട് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് നീക്കിയ അളവ് അതെത്ര ദൂരമാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ ഡോട്ടഡ് ലൈൻസ് സൂചിപ്പിക്കുന്നത് ആദ്യം നമ്മൾ കമ്പ് വെച്ച എങ്ങനെയാണോ അതും, രണ്ടാമത്തത് അതായത് നമ്മൾ കട്ടിയിൽ വരച്ച വര സൂചിപ്പിക്കുന്നത് നമ്മുടെ കമ്പ് നീക്കിയ ശേഷമുള്ള അവസ്ഥയാണ്. നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും, കമ്പ് കുറച്ച് നമ്മൾ മുന്നോട്ട് നീക്കുമ്പോൾ മേലെയും കുറച്ച് താന്നിട്ടുണ്ട്. അപ്പോൾ ആ താന്ന ഡിസ്റ്റൻസും മുന്നോട്ട് നീക്കിയ ഡിസ്റ്റൻസും സെയിം ആണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പ് എടുത്ത് ചുവരിൽ ചാരി വെച്ചിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, ജസ്റ്റ് ഒന്ന് ഒരു കമ്പ് വെച്ചിട്ട് എന്താ അവസ്ഥ നോക്കൂ. താഴത്തേറ്റം കുറച്ച് മുന്നോട്ട് നീക്കുമ്പോൾ മുകളിൽ എന്തായാലും കുറച്ച് താഴോട്ട് വരും. ഇവിടെ നമ്മൾ മുന്നോട്ട് നീക്കുന്ന ദൂരം x ആയിട്ട് സങ്കല്പിക്കുക. മുന്നോട്ട് നീക്കുന്ന ദൂരം x ആയിട്ട് സങ്കല്പിക്കുക. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഈ പ്രോബ്ലത്തിൽ എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ മുന്നോട്ട് നീക്കുന്ന ദൂരം x ആയിട്ട് സങ്കല്പിച്ചാൽ നമ്മൾ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കുക.
ആ ഒരു ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവും 1 + x. അതായത് 1 ഓൾറെഡി ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത് എക്സ് ആണെങ്കിൽ ടോട്ടലി എത്ര ഡിസ്റ്റൻസ് ആയി 1 + x. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 1 + x എന്ന്. അപ്പം ടോട്ടലി ആ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയായി 1 + x ആണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഭിത്തിയിൽ നിന്നുള്ള അകലം, രണ്ടാമത്തെ ചിത്രത്തിൽ ഭിത്തിയിൽ നിന്നുള്ള അകലം എത്രയായി 1 + x ആയി. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? മുകളറ്റം നീക്കിയ ശേഷം മുകളറ്റം തറയിൽ നിന്നും എത്ര ഉയരത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവണം. അതിന് നമുക്ക് ആദ്യം എന്താ മനസ്സിലാവേണ്ടത്? ആദ്യം നമ്മൾ കമ്പ് നീക്കുന്നതിന് മുന്നേ ഈ ഒരു കമ്പിൻ്റെ മുകളറ്റം തറയിൽ നിന്നും എത്ര ഉയരത്തിലാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ, ആ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കിയാൽ അതിൽ നിന്നും എക്സ് കുറച്ചാൽ മതിയല്ലോ. കാരണം എക്സ് മീറ്ററാണ് താഴോട്ട് കമ്പ് നീങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് എക്സ് കുറച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പൈതഗോറസ് സിദ്ധാന്തം അപ്ലൈ ചെയ്യാം. അതായത് ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം അപ്ലൈ ചെയ്യാം. ഇതുപ്രകാരം കർണം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ. അപ്പോൾ ലംബം സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ കർണം എത്രയാണ്? ആദ്യത്തെ ചിത്രത്തിൽ 2.6 സ്ക്വയർ ആണ്, മൈനസ് 1 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 2.6 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, പാദം എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ എഴുതി. അപ്പോൾ നമുക്ക് ലംബ സ്ക്വയർ കിട്ടി. അപ്പോൾ അത് എത്രയാണ്? 6.76 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 5.76 എന്ന് കിട്ടി. ലംബ സ്ക്വയർ എന്ന് പറയുന്നത് അതായത് ഉയരത്തിൻ്റെ സ്ക്വയർ അത് കിട്ടി 5.76 നമുക്ക് കിട്ടി. അപ്പം ലംബം എത്രയായിരിക്കും അല്ലെങ്കിൽ ഉയരം എത്രയായിരിക്കും? √5.76 അഥവാ 2.4 എന്ന് നമുക്ക് കിട്ടും. ഈ ഉയരാണ് നമ്മൾ ആദ്യം, അതായത് കമ്പ് നീക്കുന്നതിന് മുന്നേ ഈ ഒരു കമ്പിൻ്റെ മുകളറ്റം തറയുമായിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഉയരം നമുക്ക് കിട്ടി 2.4 ആണെന്ന് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ഉയരം എത്രയായിരിക്കും? രണ്ടാമത്തെ ചിത്രത്തിൽ അതായത് കമ്പ് നീക്കിയതിന് ശേഷം തറയിൽ നിന്ന് അതിന് മുകളറ്റം ഉണ്ടാക്കുന്ന ഉയരം എത്രയായിരിക്കും? 2.4 മൈനസ് എക്സ്, അതായത് എക്സ് മീറ്ററാണ് കുറയുന്നത്. നമ്മൾ എക്സ് മീറ്റർ കൂട്ടിയെടുത്താൽ എക്സ് മീറ്ററാണ് കുറയുന്നത് മേലെ. അപ്പോൾ 2.4 മൈനസ് എക്സ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് കമ്പ് നീക്കിയ ശേഷമുള്ള ചിത്രത്തിൽ പൈതഗോറസ് സിദ്ധാന്തം അപ്ലൈ ചെയ്യാം. കമ്പ് നീക്കിയ ശേഷം ബേസ് എത്രയാണ്? പാദം എത്രയാണ്? 1 + x എന്ന് കിട്ടും. അപ്പോൾ പാദം സ്ക്വയർ 1 + x ഹോൾ സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ലംബം എത്രയാണ്? 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ, അതായത് 2.4 ആ എക്സ് കുറച്ച്. അപ്പോൾ 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ എത്രയാണ്? 2.6 സ്ക്വയർ. അത് കർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വടിയാണ് കർണം എന്ന് പറയുന്നത്. വടിയുടെ നീളം നമ്മൾ നീക്കിയാലും ഇല്ലെങ്കിലൊക്കെ വടിയുടെ നീളം സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ 1 + x ഹോൾ സ്ക്വയർ പ്ലസ് 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2.6 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. 1 + 2x + x² + 5.76 + x² മൈനസ് 4.8x ഈക്വൽ ടു 6.76 എന്ന് നമ്മൾ എഴുതി. ഒന്നുമില്ല, ജസ്റ്റ് a + b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലും പിന്നെ 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളത് a - b ഹോൾ സ്ക്വയർ എന്ന ഫോമിലാണുള്ളത്. അതിനെ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ 1 + 2x + x² + 5.76 + x² മൈനസ് 4.8x ഈക്വൽ ടു 6.76 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഒരേ ടേംസൊക്കെ കൂട്ടിയിട്ട് എഴുതാം. അതായത് ഇതിലൊന്ന് നമുക്ക് എല്ലാ ടേംസും ഒരേപോലെ ടേംസ് കൂട്ടിയും കുറച്ചൊക്കെ എഴുതി നോക്കാം. x² ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ വേറൊരു x² ഉണ്ട്. അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 2x² എന്ന് കിട്ടും. x² + x², 2x². അതുപോലെ തന്നെ 2x ഉണ്ട്, മൈനസ് 4.8x ഉണ്ട്. 2x മൈനസ് 4.8x മൈനസ് 2.8x എന്ന് എഴുതി. പിന്നെ 1 + 5.76 6.76 വിച്ച് ഈസ് ഈക്വൽ ടു 6.76 എന്ന് എഴുതി. അപ്പോൾ 2x² മൈനസ് 2.8x പ്ലസ് 6.76 ഈക്വൽ ടു 6.76 എന്ന് കിട്ടി. അപ്പോൾ ആ 6.76 RHSലേക്ക് കൊണ്ടുപോയാൽ എന്തായി? 6.76 മൈനസ് 6.76 അത് 0 ആയിപ്പോയി. ഇനി ആ മൈനസ് 2.8xും RHSലേക്ക് കൊണ്ടുപോയാൽ എന്തായി? 2x² ഈക്വൽ ടു 2.8x എന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ 2x² ഈക്വൽ ടു 2.8x ആകുമ്പോൾ രണ്ട് സൈഡിലും x ഉണ്ട്, ആ x കട്ട് ചെയ്ത് പോയി. അപ്പോൾ 2x ഈക്വൽ ടു 2.8 എന്ന് കിട്ടി. അപ്പോൾ x എത്രയാവും? 2.8 ഡിവൈഡഡ് ബൈ 2. 2.8 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 1.4. അപ്പോൾ x എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നീക്കുന്ന ദൂരം നമുക്കിവിടെ 1.4 എന്ന് കിട്ടിയിട്ടുണ്ട്.